നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഓറിയോ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഐസ്ക്രീം ഇല്ലാത്ത വേർഷനാണ്. ഐസ്ക്രീം ഞാൻ ഇടാത്തത് ഈ സീസണിൽ ഐസ്ക്രീം ചേർത്തിന് തൊണ്ട ചീത്തയാകണ്ട എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഷുഗർ, ഇത് തണുത്ത പാൽ, ഇത് ഒരു 1/4 ടീസ്പൂണിന് താഴെ മാത്രം എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് ആണ്, ഓപ്ഷണലാണത്. ഇത് 1 ടീസ്പൂൺ ഹണി, ഇത് ഐസ് ക്യൂബ്സ്. ഞാനിവിടെ തണുത്ത പാലായതുകൊണ്ട് ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നില്ല. നല്ല തണുത്ത ഷേക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം. ഇത് കുറച്ച് ചോക്കോ ചിപ്സ്, ന്യൂട്ടല്ല. ഇത് രണ്ടും ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തണുത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഒഴിച്ചാലും മതി. ഈ 1.5 കപ്പ് യൂസ് ചെയ്യാതെ തന്നെ ഒരു വലിയ ജാറ് നിറച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് മാറ്റി മറിച്ച് ചേർക്കാൻ പ്രശ്നമില്ല. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഹണി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഞാൻ ചേർക്കാനുള്ള കാരണം, നമ്മൾ ഐസ്ക്രീം ചേർക്കുന്നില്ല, പക്ഷേ ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടും. അതായത് ഐസ്ക്രീം ചേർത്തൊരു ഫീലാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഒറിയോ ബിസ്ക്കറ്റിന് പല ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ ചോക്ലേറ്റ് ഫ്ലേവറാണ് ഈ ഡ്രിങ്കിന് ഏറ്റവും നല്ലത്. ഇവിടെ ഞാനൊരു 4 ഒറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നൊന്നുമില്ല, ചോക്ലേറ്റ് ഒന്നും അതിൽ നിന്ന്. ഈ ബ്ലെൻഡറിൽ തന്നെ നല്ലപോലെ അതങ്ങ് ബ്ലെൻഡ് ആയിക്കൊള്ളും. മിക്സിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ മിക്സിയിൽ ഹൈ സ്പീഡിലിട്ട് 1-2 പ്രാവശ്യം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിനി ജ്യൂസ് സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ ന്യൂട്ടലയോ ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ചാൽ അതങ്ങ് നല്ലപോലെ അലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു അടുപ്പിൻ്റെ മുകളിലേക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റീൽ സ്പൂണിൽ വെച്ചിട്ട് 1 മിനിറ്റ് താഴെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ അത് അലിഞ്ഞ് തരും. അത് നമ്മുടെ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു സെർവിങ് കപ്പിലേക്ക് മാറ്റി. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഒറിയോ ബിസ്ക്കറ്റും ഞാൻ സൈഡിൽ വെച്ചു. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.